ഗൈസ് നമ്മളെ വിളിക്കാൻ പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1ൻ്റെ അകത്തിലെ 4ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ് ഇതിന് മുമ്പിലത്തെ എപ്പിസോഡ്സ് ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുറേ ആൾക്കാർ, കുറേ എന്ന് വെച്ചാൽ ഒരുപാടധികം ആൾക്കാരാണെങ്കിൽ നമ്മുടെ ബ്ലീച്ചിൻ്റെ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ എക്സ്പ്ലനേഷൻ ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ബ്ലീച്ചിൻ്റെ എപ്പിസോഡ് ഇടാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതായിരിക്കും. ഞാൻ എന്തുവാണേലും സീസൺ 1 ഫുള്ള് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പോവാണ്. പിന്നെ അതിൻ്റെ സപ്പോർട്ടിനനുസരിച്ച് ഞാൻ ബാക്കി സീസൺസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സാണ്. സോ അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. 50 ലൈക്കാണ് ലൈക്ക് ടാർഗറ്റ്. സോ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എപ്പിസോഡ് തുടക്കത്തിനെ കാണിക്കുന്നത് 3 പേരിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാളുടെ കയ്യിൽ ഒരു കിളിയുണ്ട്. ഈ കിളി കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കിളീനെ കൊണ്ട് കളയാൻ വേണ്ടിയാണ് ആ കൂട്ടുകാരൻ വന്നിരിക്കുന്നത്. ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് നിന്ന് ഒരു ടൈപ്പ് ഓഫ് കമ്പിയാണെങ്കിൽ മേളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. നമ്മുടെ ഇച്ചിഗോന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള യാഷിത്തോറ അവന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ആ കമ്പി സ്വന്തം ദേഹത്ത് വീഴ്ത്തുകയാണ്. നമ്മുടെ യാഷിത്തോറയുടെ ദേഹത്ത് നിന്ന് ഒരുപാടധികം ചോരകൾ പിന്നീട് കാണിക്കുന്നത് ഹോളോസിന്റെ ഡയമെൻഷനാണ്. ആ ഡയമെൻഷനിൽ നിന്ന് പറയുകയാണ്, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി എനിക്കിനിയും സോൾസിനെ ഭക്ഷിച്ചേ പറ്റൂ. അതുമാത്രമല്ല സോൾ റിപ്പേഴ്സിൻ്റെ സോൾസാണ് വളരെയധികം ഡിലീഷ്യസ്. അതൊരു തവണ കഴിച്ചാൽ അത് പിന്നെയും കഴിക്കാൻ തോന്നുമെന്ന് അത് ഹോളോ പറയുകയാണ്. കിളിനെ യാഷിത്തോറോ രക്ഷിച്ചത് കൊണ്ട് തന്നെ ആ കിളിയാണെങ്കിൽ സ്വന്തം പേരും അതുപോലെ തന്നെ താങ്കളുടെ പേരെന്തുവാണെന്നും നമ്മുടെ യാഷിത്തോറോട് ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് അവർ വളരെയധികം ഞെട്ടി നിൽക്കുകയാണ്. ഇതൊരു ചീത്ത കിളി തന്നെ എന്നൊക്കെ പറഞ്ഞ് അവർ കിടന്നാണ് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോനെയും അതുപോലെ തന്നെ റൂക്കിനെയാണ്. നമ്മുടെ ഇച്ചിഗോ ഞെട്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഹോളോവായിട്ട് ഫൈറ്റ് ചെയ്ത എന്നെ മുറിവുകളൊന്നും ഇപ്പം കാണാനില്ലല്ലോ എന്ന് നമ്മുടെ റൂക്കിയോട് ചോദിക്കുകയാണ്. റൂക്കി പറയുകയാണ്, അതൊരു പീസ് ഓഫ് കേക്ക് പോലെയാണ്, അത് സോൾ റിപ്പേഴ്സിൻ്റെ ഒരു ശക്തിയാണ്. സിമ്പിളായിട്ട് തന്നെ അവരുടെ മുറിവുകളൊക്കെ ഹീലാകുമെന്ന് ഇച്ചിഗോൻ്റെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഇച്ചിഗോട് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് ആയല്ലോ എന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ക്ലാസ്സിൽ അങ്ങനെ പലതും പറയും, പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് നമ്മുടെ ഇച്ചിഗോ മാസമായിട്ട് പറയുകയാണ്. ഇതേ സമയം തന്നെ അങ്ങോട്ടൊരു ചെറുക്കം വന്നിട്ട് നമ്മുടെ റൂക്കിയുടെ അടുത്ത് കിടന്നിട്ട് വല്ലാത്ത രീതിയിലൊരു ഒലിപ്പീര്, നിങ്ങൾ ഫ്രണ്ട്സ് മാത്രമായാൽ മതി, അതിൽ കൂടുതലൊന്നും ആകണ്ടെന്ന് പറഞ്ഞ് ഒലിപ്പീരോട് ഒലിപ്പീര്. സുഗേഷ് ഇതേ സമയം തന്നെ അങ്ങോട്ട് യാഷിത്തോറ വരികയാണ്. സുഗേഷ് എനിക്കിങ്ങനെ യാഷിത്തോറ എന്ന് പറയാൻ വയ്യ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ സാധോ എന്ന് വിളിക്കാം. സുഗേഷ് നമ്മുടെ സാധോ വന്നുടനെ തന്നെ നിന്റെ തലയ്ക്ക് എങ്ങനെയാണ് പഴുക്ക് പറ്റിയതെന്ന് നമ്മുടെ ഇച്ചികയുടെ കൂട്ടുകാരൻ ചോദിക്കുന്നു. അന്നേരം യാഷിത്തോറ പറയുകയാണ്, എൻ്റെ തലയിൽ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റീൽ ബീം വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരു ബൈക്കുകാരൻ വന്നിട്ട് എൻ്റെ ദേഹത്ത് വന്നിട്ട് ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി, അതുകൊണ്ട് തന്നെ ഞാൻ ആ ബൈക്കുകാരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോയി റൂക്കി ഞെട്ടിപ്പോവുകയാണ്. സ്റ്റീൽ ബീമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോയുടെ കൂട്ടുകാരൻ ഞെട്ടുകയാണ്. സമയം തന്നെ നമ്മുടെ സാത്തോൻ്റെ കയ്യിലിരുന്ന പാരറ്റ് സംസാരിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോ ഞെട്ടിപ്പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ഈ പാരറ്റിനെ കുറിച്ച് സാത്തോനോട് ചോദിക്കുന്നുണ്ടെങ്കിലും സാത്തോ തിരിച്ച് ഈ പാരറ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, എന്തോ മറച്ചു വെക്കുന്നത് പോലെ തോന്നുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ റൂക്കി നമ്മുടെ ഇച്ചിഗോയോട് പറയുകയാണ്, അതൊരു നോർമൽ കൈൻഡ് ഓഫ് ഒരു ബേർഡൊന്നും അല്ല, അതൊരു ലോൺലി ആയിട്ടുള്ളൊരു സ്പിരിറ്റാണ്, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കുകയൊന്നും വേണ്ട എന്ന് നമ്മുടെ ഇച്ചിഗോയോട് റൂക്കി പറയുന്നു. സോ ഗൈസ് ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ സാധോനെ എങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടതെന്ന് നമ്മുടെ ഇച്ചിഗോ നമ്മുടെ റൂക്കിയോട് പറയുന്നു. എൻ്റെ ഹെയർ കളർ ഓറഞ്ച് കളർ ആയതുകൊണ്ട് തന്നെ പീപ്പിൾസിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാടധികം അറ്റൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാടധികം പ്രശ്നത്തിൽ ഞാൻ പോയി പെട്ടു. അന്നേരം എന്നെ സാധുവാണ് ഒരു തവണ രക്ഷിച്ചത്. സാധുവിനെ എത്ര പേര് ചെന്ന് എന്തൊക്കെ ചെയ്ത് അടിച്ചാലും നമ്മുടെ സാധു അവരെ ഒന്ന് തിരിച്ച് നോവിക്കത്ത് പോലുമില്ല, അത്രയ്ക്ക് പാവമാണ്. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. ആ നോക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരും വളരെയധികം ബിസിയിലാണ്. ഒരു വലിയ കേസ് വന്നിട്ടുണ്ട്, അതിൻ്റെ പുറകെയാണെന്ന് അവിടുത്തെ സിസ്റ്റർ പറയുന്നു. നോക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോയുടെ കൂട്ടുകാരനായിട്ടുള്ള സാധുവിനെയും തൂക്കിക്കൊണ്ട് അവിടുത്തെ സിസ്റ്റർമാരെല്ലാം അങ്ങോട്ട് വരുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ സാധുവിൻ്റെ കയ്യിൽ നമ്മൾ രാവിലെ കണ്ട ആ കിളിയുണ്ട്. ആ കിളീനെ കണ്ടിട്ട് അവിടുത്തെ സിസ്റ്റർമാർക്കൊന്നും അത്രയ്ക്ക് പിടിക്കുന്നൊന്നുമില്ല. നോക്കുന്ന സമയത്ത് നമ്മുടെ സാധുവിൻ്റെ ദേഹത്ത് ഒരു വലിയ മുറിവ്, വലിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വലിയൊരു മുറിവാണ്. സോ ഈ കണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ റൂക്കിയോട് ചെന്നിട്ട് വൈകിട്ട് ചെന്ന് പറയുകയാണ്. നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ഈ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് ഒന്നും ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആ സമയത്ത് ആ പാരറ്റിൻ്റെ ദേഹത്തു നിന്ന് എനിക്ക് ഒരു രീതിയിലുള്ള എവൾ സ്പിരിറ്റിനെ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് അവൻ്റെ ദേഹത്തുള്ള ഇഞ്ചർ ഉറപ്പാണ് അത് ഹോളോ തന്നെയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഇച്ചിഗോ രാവിലെ എഴുന്നേറ്റിട്ട് താഴെ വന്ന് നോക്കുന്ന സമയത്ത് ഇച്ചിഗോൻ്റെ ഒരനിയത്തിനെ കാണുന്നില്ല. കൂടുതലായിട്ട് തിരക്കിയ സമയത്ത് ഇച്ചിഗോയുടെ
അനിയത്തി വളരെയധികം ഫീവർ പിടിച്ച് കിടക്കുവാണെന്ന് പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചികോയുടെ അച്ഛൻ വന്നിട്ട് പറയുകയാണ് നമ്മുടെ സാധോ നമ്മുടെ അടുത്ത് ഒന്ന് ചാടിപ്പോയിട്ടുണ്ടോ. അങ്ങനെ നമ്മുടെ സാധോനെ തപ്പിയിട്ട് നമ്മുടെ ഇച്ചികോ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ റൂക്കി അവിടെ വെച്ച് കാണുന്നു. എനിക്ക് ആ ഹോളോനെ സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണമെന്ന് വെച്ചാൽ ഒരു ഹോളോ ആണെങ്കിൽ ആ ഹോളോൻ്റെ ആക്രമണം സ്റ്റാർട്ട് ചെയ്യാവുന്നത് തുടങ്ങാതെ എനിക്ക് ആ ഹോളോനെ സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പടം വരച്ച് കാണിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചികോ ആണെങ്കിൽ അവളുടെ ഡ്രോയിങ്സിനെ കളിയാക്കുകയാണ്. ഹോളോ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ സാധോനെയാണ്. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സാധോനെ രക്ഷിച്ചിരിക്കും. സാധോൻ്റെ കയ്യിലുള്ള ആ ബേർഡിൻ്റെ സോൾ എനിക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ സാധോനെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതൊരിക്കലും നടക്കത്തില്ലെന്ന് റൂക്കിയ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഇച്ചികോ ആണെങ്കിൽ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ആ സോളിനെ സെൻസ് ചെയ്യുകയാണ്. നമ്മുടെ റൂക്കി ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വളരെയധികം ഞെട്ടിപ്പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാധുവാണ്. നമ്മുടെ സാധു ആണെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ സ്ഥലത്തൂടെ ആ ബേർഡിനെ കൊണ്ട് നടക്കുകയാണ്. ആ ബേർഡാണെങ്കിൽ നമ്മുടെ സാധുവിനോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ഞാനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോകാൻ വേണ്ടി ആ ബേർഡ് അപേക്ഷിക്കുകയാണ്. എന്നാൽ നമ്മുടെ സാധു അത് നിഷേധിച്ചു. ഇതേ സമയം തന്നെ നമ്മുടെ സാധുവിനെ എന്തോ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അത് കണ്ടു പേടിച്ച സാധു അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ഓടുന്ന സാധുവിനെ നമ്മുടെ ഇച്ചികോ കാണുന്നുണ്ട്. എന്നാൽ ഇച്ചികോനെ കണ്ടിട്ട് നമ്മുടെ സാധു അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചികോ ആണെങ്കിൽ ഓടുന്ന വഴിയിൽ തൻ്റെ വയ്യാതെ നിൽക്കുന്ന സിസ്റ്ററായിട്ടുള്ള കഴിയിനെ അവിടെ വെച്ച് കാണുകയാണ്. സമയം തന്നെ നമ്മുടെ കഴിയിനെ അവിടെ തളർന്ന് താഴേക്ക് വീരിക്കുകയാണ്. നീ എന്തിനു വേണ്ടിയാണ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നതെന്ന് നമ്മുടെ ഇച്ചികോ അവളോട് ചോദിക്കും. ഇതേ സമയം തന്നെ നമ്മുടെ റൂക്കി പറയുകയാണ് നീ ഇവളെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്ക്, അതുപോലെ തന്നെ സാധുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് ചിരിയുകയാണ്. കരീൻ നിനക്ക് എന്താണ് പറ്റിയതെന്ന് എന്നൊക്കെ നമ്മുടെ ഇച്ചികോ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ കരീൻ പറയുകയാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ആ ബേർഡിൻ്റെ ദേഹത്തുള്ള സ്പിരിറ്റിനെ എനിക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. ആ സ്പിരിറ്റ് ഒരു കൊച്ചു കുട്ടിയാണ്. ആ സ്പിരിറ്റിൻ്റെ അമ്മ മരിച്ചു പോയി. ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ആ സ്പിരിറ്റിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരീൻ ഇച്ചികോയുടെ മുന്നിൽ നിന്നിരുന്ന് കരയുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ റൂക്കി ആണെങ്കിൽ സാധുവിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ഹോളോൻ്റെ സെൻസ് കിട്ടി. നോക്കുന്ന സമയത്ത് നമ്മുടെ റൂക്കിയനെ ഒരു ഹോളോ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. നമ്മുടെ റൂക്കിയ കണ്ടുടനെ തന്നെ ആ ഹോളോനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഹോളോയ്ക്ക് ഒന്നും പറ്റുന്നില്ല. അടുത്ത ടെക്നിക്ക് നമ്മുടെ റൂക്കിയ യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും റൂക്കിയയുടെ ഹ്യൂമൻ ബോഡി ആയതുകൊണ്ട് തന്നെ റൂക്കിയയ്ക്ക് ഒരുപാടധികം സ്പിരിറ്റ് എനർജീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓടിക്കൊണ്ടിരുന്ന സാധുയ്ക്ക് റൂക്കിയ അപകടത്തിലാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആ ബേർഡിനെ അവിടെ വെച്ചിട്ട് ഞാൻ ആ ലേഡീനെ രക്ഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂക്കിയ നിൽക്കുന്നിടത്തേക്ക് ഓടിപ്പോവുകയാണ് നമ്മുടെ സാധു. അതൊരു സോൾ റിപ്പർ സ്പെല്ലല്ലേ, അതെങ്ങനെ നിനക്കറിയാമെന്ന് ആ ഹോളോ റൂക്കിയോട് ചോദിക്കുന്നു. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഈ അടുത്ത എപ്പിസോഡ്സ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ നല്ലതായിട്ടുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. നമ്മുടെ ചാനൽ റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സാണ്. അതുപോലെ തന്നെ ലൈക്കും അതിലൊന്ന് ചെയ്തേക്കാം. 50 ലൈക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ അടുത്ത ദിവസം അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ബൈ.